കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ ഭരണം ഞാൻ വ്യക്തിപരമായി ഞാൻ കാണുന്നത് ഒരു മോശം ഗവൺമെൻറ്റാണ് എന്ന അഭിപ്രായം എനിക്കില്ല. ഇൻ ഗവേണൻസ് പെർസ്പെക്റ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സാമാന്യം നന്നായി പോയിട്ടുള്ളൊരു ഒരു സർക്കാരാണ്. അതിൽ തന്നെ എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തലിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഈ ഹോം ഡിപ്പാർട്ട്മെൻറ്റും മാറ്റി നിർത്തിയാൽ ബാക്കി വകുപ്പുകളെല്ലാം സാമാന്യം നന്നായി പോയിട്ടുള്ളതാണ്. ഹെൽത്ത് ഓക്കെ, അത് എനിക്കൊന്ന് മന്ത്രിയുടെ കപ്പാസിറ്റി കുറവാണ് എന്താണെന്ന് അറിയില്ല, അത് വളരെ മോശമാണ്. നമുക്കത് അതിന് ഡയറ്റ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, വെറുതെ മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളത്, അപ്പോൾ ഇത്രയും വളരെ മോശം ഗവേണൻസ് അല്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾ. അത് ഈ ഒടുവിൽ വന്ന ഈ ശബരിമല മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ അത് ഈ മന്ത്രിസഭയ്ക്ക് നേരെ, ഈ ഗവൺമെൻറ് നേരെ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയാവുന്ന, അതിനെ ത്വരിപ്പിക്കാവുന്ന ഘടകങ്ങൾ വളരെ അധികമുള്ളൊരു ഗവൺമെൻറ് അല്ല ഇത്. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ട്രെൻഡ് എന്ന് പറയുന്നത്, സാധാരണ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ ആൻറ്റി ഇൻകംബൻസി എന്ന ആളുകൾ പറയുമെങ്കിലും ഇന്ത്യയിലെ എന്താ പറയുക, സ്ട്രോങ്ങർ ട്രെൻഡായി നിൽക്കുന്നത് ആൻറ്റി ഇൻകംബൻസി അല്ല. നോക്കൂ, നമ്മൾ കേന്ദ്ര തലത്തിലെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 3 ടേം ആൻറ്റി ഇൻകംബൻസി അല്ല ഉള്ളത്. ഉത്തർപ്രദേശിൽ ആൻറ്റി ഇൻകംബൻസി അല്ല, ഹരിയാനയിൽ അങ്ങനെയല്ല, ബീഹാറിൽ അങ്ങനെയല്ല, മധ്യപ്രദേശിൽ അങ്ങനെയല്ല. ആൻറ്റി ഇൻകംബൻസിക്ക് വിരുദ്ധമായിട്ടുള്ള ലോയൽറ്റി ഫാക്ടറാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഫാക്ടറാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലെ എന്താ പറയുക അതിൻ്റെ സെൻട്രൽ ട്രെൻഡായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി എല്ലായിടത്തും ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു ഗവൺമെൻറ് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തുടരാവുന്ന ഒരു പൊതു സാമൂഹിക അവസ്ഥ ഇന്ത്യയിലെമ്പാടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സാമാന്യം നന്നായി പെർഫോം ചെയ്തു എന്ന് പറയാവുന്ന ഒരു ഗവൺമെൻറ്, അതും CPIM നയിക്കുന്നൊരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുക, അവർക്ക് ഏറ്റവും ശക്തിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളിൽ വരെ വൻ തിരിച്ചടി നേരിട്ടെന്ന് ചോദിച്ചാൽ, ഈ ഗവൺമെൻറ് അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ പല സ്വഭാവത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തുവെങ്കിലും ആസ് എ ഹോൾ ഒരു ഗവൺമെൻറ് എന്നുള്ളത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ഒരു ടേക്ക് ഹോം എൻഡ് ഓഫ് ദ ഡേ എന്താണ് ബാക്കിയാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹികമായ കാലുഷ്യം വർദ്ധിച്ചിട്ടുണ്ട്. ആ കാലുഷ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പിൻ്റെ ആക്ഷനും ഇനാക്ഷനും, ഒരു ഭാഗത്ത് എക്സസീവ് ആക്ഷൻ, മറുഭാഗത്ത് ഇനാക്ഷൻ, അത് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.